നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഒരു വീട് ഓരോ പ്രവാസിയുടെയും സ്വപ്നമാണത്. നാടും വീടും കുടുംബത്തെയും എല്ലാം കാണാതെ വർഷങ്ങളോളം പ്രവാസ ലോകത്ത് കഴിയുന്നവർ എല്ലാത്തിനും അവസാനം തൻ്റെ വീടെന്ന സ്വപ്നം കാണാമല്ലോ എന്നുള്ള ആശ്വാസത്തിലാണ് ജീവിക്കുന്നത്. അങ്ങനെ ഒരു പ്രവാസിയുടെ വാർത്ത തന്നെയാണ് ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ വീട് ആലോചിക്കുമ്പോൾ ആശ്വാസമല്ല, മറിച്ച് കണ്ണീര് മാത്രം നിറയുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. മകളും മരുമകനും ചേർന്ന് പിതാവിനെയും രണ്ടാം ഭാര്യയെയും തല്ലി പുറത്താക്കി എന്നുള്ള പരാതിയാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. ആലുവ മാറമ്പള്ളി സ്വദേശിയായിട്ടുള്ള അബൂബക്കറും ഭാര്യയുമാണ് ഈ പരാതിയുമായി പോലീസിന്റെ മുന്നിലെത്തിയിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്നത് മാറമ്പള്ളി മഞ്ഞയിൽ വീട്ടിൽ അബൂബക്കറും ഭാര്യ സൗജത്തും തടിയിറ്റപ്പറമ്പത്ത് പോലീസിന് പരാതി നൽകിയെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. 18 വർഷത്തോളമായി വിദേശത്ത് കഴിയുകയായിരുന്ന അബൂബക്കർ ഭാര്യ മരിച്ചതിനു ശേഷം കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ രണ്ടാമത് വിവാഹം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിൽ താല്പര്യമില്ലാതിരുന്ന മക്കളും മരുമക്കളുമാണ് ഇവരെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തി തല്ലി പുറത്താക്കിയതെന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. വിദേശത്തെ ജോലി കൊണ്ട് താൻ സമ്പാദിച്ച വീട്ടിൽ നിന്നാണ് തന്നെ മക്കളും മരുമക്കളും ഇറക്കിവിട്ടത് എന്ന പരാതിയാണ് ഈ പ്രവാസിയുടെ വായിൽ നിന്ന് വരുന്നത്. അബൂബക്കറും ഭാര്യയും നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇരുവരുടെയും പരാതി കിട്ടിയതായി തടിയിറ്റപ്പറമ്പ് പോലീസ് അറിയിച്ചിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ മകളോടും മരുമകനോടുമൊക്കെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടു എന്നാണ് സൂചന. അതേസമയം കേരളത്തിൽ ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള അതിക്രമങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛനെയും അമ്മയെയും സ്വന്തം മാതാപിതാക്കളാണ് എന്ന് നോക്കാതെ പോലും ആക്രമിക്കുന്ന ഒരു പറ്റം ആളുകളാണ് ഉയർന്നു വരുന്നത്. കുടുംബം സുരക്ഷിതമാണെന്ന ആശ്വാസത്തിൽ പ്രവാസ ലോകത്ത് മനസമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരവസ്ഥ ഇന്ന് കേരളത്തിലെ വാർത്തകൾ നൽകുന്നില്ല എന്നുള്ളതാണ്. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല പ്രവാസികളുടെ ഈ ദയനീയാവസ്ഥ. ഭക്ഷണം പോലും ചുരുക്കി കിട്ടുന്ന പൈസയെല്ലാം സ്വരുക്കൂട്ടി വീട്ടിലേക്ക് അയച്ചു കൊടുത്തും മകളുടെ വിവാഹത്തിനായി സ്വർണം കരുതിയും ഇന്നലെ വരെ മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടി ജീവിച്ച് അവരെ ഒരു കരക്കെത്തിച്ച ഓരോ പ്രവാസിയും പെട്ടെന്ന് മരണപ്പെടുമ്പോൾ മൃതദേഹം പോലും വേണ്ട എന്ന് പറയുന്ന വീട്ടുകാരടക്കമുണ്ട്. ഈ വീട്ടുകാരുടെ ക്രൂരത ഈ അടുത്ത കാലത്ത് പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും കുടുംബത്തിനും നാടിനുമായി തൻ്റെ യൗവനം മാറ്റിവെച്ച് അവർക്കായി ജീവിച്ചു തീർത്ത് രോഗവും വാർദ്ധക്യവുമായി മടങ്ങുമ്പോൾ പ്രവാസികൾക്കായി നമ്മൾ എന്ത് കരുതി വെച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ പോലും പലരും കൈമലർത്തുന്നതാണ് പതിവ്. വർഷങ്ങളായുള്ള പ്രവാസം കൊണ്ട് നീ എന്താണ് സമ്പാദിച്ചതെന്ന് പലപ്പോഴും പല വീട്ടുകാരും ചോദിക്കാറുണ്ട്. തൻ്റെ വിയർപ്പിന്റെ പ്രതിഫലം കൊണ്ട് അവൻ ഊട്ടുകയും ഉടുപ്പിക്കുകയും ഒക്കെ ചെയ്തവർ തന്നെയാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് ദയനീയാവസ്ഥ. മറുപടി നൽകാനുള്ള കണക്ക് പുസ്തകം ഒരിക്കലും തുറന്നു നോക്കാത്തവരാണ് പ്രവാസികൾ. ആരോഗ്യമുള്ള കാലം മുഴുവനും ചോര നീരാക്കി പണിയെടുത്ത് കിട്ടുന്ന പണം സ്വന്തം ആവശ്യത്തിന് മാറ്റിവെക്കാതെ മാസം മാസം നാട്ടിലേക്ക് അയക്കുന്ന പ്രവാസികൾക്ക് ശിഷ്ടകാലം മടങ്ങി വരുമ്പോൾ മരിക്കുന്നതുവരെ കിടക്കാനും ശ്വാസം വിടാനുമുള്ള ഒരിടം മാറ്റിവെക്കാൻ പോലും പലരും മറക്കുന്നുണ്ട്. നാടിന്റെ സമ്പദ് വ്യവസ്ഥയിൽ നല്ലൊരു ശതമാനം കാഴ്ചവെക്കുന്ന ഇവർ, അതായത് പ്രവാസികൾ, ജന്മനാടിന്റെ ബുദ്ധിമുട്ടിലും ദുരിതത്തിലുമൊക്കെ കൂടെ ഒരു കൈത്താങ്ങായി നിൽക്കാറുണ്ട്. അത് അന്യനാട്ടിൽ കിട്ടുന്ന പരിഗണനയേക്കാൾ അപ്പുറത്താണ് ഉള്ളത്. പല പ്രവാസികളെയും അന്യനാട്ടിൽ നൽകുന്ന പരിഗണനയ്ക്ക് അപ്പുറത്ത് നാട്ടിലേക്ക് എത്തുമ്പോൾ പുല്ലുവിലയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ അപ്പോഴൊക്കെയും നാടിനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പ്രവാസികൾ മുന്നിട്ട് നിൽക്കുന്നത് നമ്മൾ വ്യക്തമായി കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കൊറോണ. ഇത്തരത്തിലുള്ള ഓരോ പ്രവാസികളുടെയും ദുരിത ജീവിതം എന്ന് പറയുന്നത് സ്വന്തം കുടുംബത്തിന് വേണ്ടി, മകൾക്കും മകനും ഒക്കെ വേണ്ടിയുള്ളതാണ്. പക്ഷേ ഇപ്പോഴിതാ ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ, അതായത് താൻ ഭാര്യ മരിച്ചപ്പോൾ രണ്ടാമതൊരു വിവാഹം കഴിച്ചു എന്നതിൻ്റെ പേരിൽ തന്നെ അതിക്രൂരമായി ആക്രമിക്കുകയും താൻ സമ്പാദിച്ച വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തിരിക്കുകയാണ് എന്നൊരു പ്രവാസി പറയുമ്പോൾ ഈ കാലത്ത് പ്രവാസ ലോകത്തുള്ള ഓരോ പ്രവാസികളുടെയും അവസ്ഥ എന്താണ് എന്ന് വ്യക്തമാക്കുകയാണ്. ഇതിനെന്തിനാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായത് എന്നതടക്കമുള്ള അന്വേഷണം ഇനി ഉണ്ടാകും. എന്തായാലും മകൾക്കും മരുമകനുമെതിരെ പോലീസ് കേസെടുക്കാനുള്ള സാധ്യതയുണ്ട്. പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവരോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്.